ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കൊഞ്ച് തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊഞ്ചൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്, വേസ്റ്റൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് രണ്ടും കൂടെ നല്ലപോലെ പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കൊഞ്ച് ഓരോന്നോരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് ഫ്രൈ ആവേണ്ട. അപ്പോഴത്തേക്കിന് കൊഞ്ച് നല്ല ഹാർഡായിപ്പോൾ നമ്മൾ നല്ലപോലെ എല്ലാം ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി ഇതിൽ നിന്ന് മാറ്റാം. സെയിം പാനിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കുക, അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴട്ടുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത് രണ്ടാണ് ഞാൻ ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലായിട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ രണ്ടാം പാലിലാണ് നല്ലപോലെ വെന്ത് വരേണ്ടത്. അപ്പോൾ ഇത് വേവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കിന് ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റി ഏകദേശം നല്ല പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ തിള വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.